നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ വാഷിങ്ടൺ DC നടന്നല്ലോ. ബ്രസീൽ 6ാം വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോകുമോ? ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് ഫിക്സറൊക്കെ വരുമ്പോൾ മൊറോക്കോയാണ് അവർക്കൊരു കടുത്ത എതിരാളി എന്ന് പറയാനുള്ളത്. മറ്റു ടീമുകൾ അത്ര വലിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോയാൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ആരൊക്കെ വരും? ആ ചോദ്യമുണ്ട്. അതോടൊപ്പം ബ്രസീലിന് ഫൈനലിലേക്കുള്ള വഴി എങ്ങനെയായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാവർക്കും അറിയാം, അതിനുശേഷം എന്ത്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീലിന് മൊറോക്കോയുമായിട്ടാണ് ആദ്യ കളി. ജൂൺ 13 ആ കളി നടക്കും. പിന്നെ ഹെയ്ത്തിക്കെതിരെയാണ് രണ്ടാമത്തെ കളി. 2026 ജൂൺ 19 ആ കളി നടക്കും. പിന്നെ സ്കോട്ട്ലൻഡിനെതിരെ ജൂൺ 24 കളിക്കും. ഇതാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ. മുന്നോട്ട് പോകുമ്പോഴെങ്ങനെ, അതാണ് ചോദ്യം. അപ്പോൾ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. മാച്ചപ്പുകൾ നമ്മൾ നോക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ബ്രസീൽ റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്നൊരു റൗണ്ട് കൂടി ഇത്തവണ വേൾഡ് കപ്പിനുണ്ട്, 48 ടീമുകളായതുകൊണ്ട്. അപ്പോൾ റൗണ്ട് ഓഫ് 32 ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ഗ്രൂപ്പ് എഫിലെ റണ്ണേഴ്സപ്പ് വരാനാണ് സാധ്യത. അതായത് ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ചാമ്പ്യന്മാരായിട്ട് ഒന്നാമന്മാരായിട്ട് മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എഫിലെ റണ്ണറപ്പാണ് ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സും ജപ്പാനും ടുണീഷ്യയും യൂറോപ്യൻ പ്ലേ ഓഫിൽ നിന്ന് വരുന്ന ഒരു ടീമുമാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നെതർലൻഡ്സ് വരാം, അല്ലെങ്കിൽ ജപ്പാൻ വരാം. അതാണ് എതിരാളികളായിട്ട് റൗണ്ട് ഓഫ് 32 വരിക. ദെൻ ആ മത്സരം വരുന്നത് ജൂൺ 29 ഓക്കെ. ഇനി നേരെ തിരിച്ചു വരും, റിവേഴ്സ് ആയിട്ടും വരും. അതായത് ബ്രസീൽ അവരുടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതേ ഗ്രൂപ്പ് എഫിലെ ചാമ്പ്യന്മാർക്കെതിരെ ആയിരിക്കും കളിക്കേണ്ടി വരിക. അതൊരു പക്ഷേ നെതർലൻഡ്സ് ആവാം, ജപ്പാൻ ആവാം. ഇതൊക്കെയാണ് ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 32 എതിരാളികൾ. അങ്ങനെയാണെങ്കിലും മത്സരം നടക്കുക ജൂൺ 29 തന്നെയായിരിക്കും. മോണ്ടറിയിൽ മെക്സിക്കോയിലായിരിക്കും അപ്പോൾ ആ കളി നടക്കുക. അതല്ല, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ബ്രസീൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കളി ഹൂസ്റ്റണിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. ദെൻ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് ബ്രസീൽ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. അതായത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് റൗണ്ട് ഓഫ് 32 കടന്ന് ബ്രസീൽ മുന്നോട്ട് പോയാൽ റൗണ്ട് ഓഫ് 16 ബ്രസീൽ കളിക്കേണ്ടി വരിക ജൂലൈ 5 എതിരാളികൾ തീരുമാനിക്കപ്പെടുന്നത് ഗ്രൂപ്പ് ഇയിലെ റണ്ണേഴ്സപ്പ്, ഗ്രൂപ്പ് ഇയിലെയും ഗ്രൂപ്പ് ഐയിലെയും ഒക്കെ റണ്ണേഴ്സപ്പ് ആരായിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൽ തീരുമാനം വരിക. പൊട്ടൻഷ്യലി ജർമ്മനി, ഫ്രാൻസ്, ഇക്വഡോർ, നോർവേ ഇതിലേതെങ്കിലും ഒരു ടീം ബ്രസീലിനെ റൗണ്ട് ഓഫ് 16 എതിരാളികളായിട്ട് വരും. ബ്രസീൽ വേഴ്സസ് ജർമ്മനി മത്സരത്തിന് സാധ്യത അവിടെ തെളിയുന്നു. ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിന് അവിടെ സാധ്യത തെളിയുന്നു. ഇനിയിപ്പോൾ ഇക്വഡോർ ആവാം, നോർവേ ആവാം. ഇതിലേതെങ്കിലും ഒരു ടീമായിരിക്കും ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. ബ്രസീൽ അതേസമയം ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനവും കൊണ്ട് കയറിയിട്ട് റൗണ്ട് ഓഫ് 32 കടന്നാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റൗണ്ട് ഓഫ് 16 വരുന്നത് ഗ്രൂപ്പ് എയിലെയും ഗ്രൂപ്പ് ബിയിലെയും റണ്ണേഴ്സപ്പിൽ ഒരു ടീമായിരിക്കും. അപ്പോൾ അതൊരു പക്ഷേ മെക്സിക്കോ ആവാം, സ്വിറ്റ്സർലൻഡ് ആവാം, സൗത്ത് കൊറിയ ആവാം, കാനഡ ആവാം, ഈവൻ ഇറ്റലിയോ ഡെൻമാർക്കോ പോലും ആവാം. അവരവരുടെ പ്ലേ ഓഫ് കടന്ന് മുന്നോട്ട് വന്നാൽ ഇറ്റലിയോ ഡെൻമാർക്കോ ആകാം ബ്രസീലിന് റൗണ്ട് ഓഫ് 16 എതിരാളികളായിട്ട് വരുന്നത്. സോ ബ്രസീലിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ നടത്താൻ. ഒരു പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, റൗണ്ട് ഓഫ് 32 ബ്രസീൽ ജർമ്മനിയുമായിട്ട് കളിക്കും, അല്ലെങ്കിൽ ഫ്രാൻസുമായിട്ട് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് ബ്രസീൽ ഇവിടെ വരുമ്പോൾ ഇറ്റലിയുമായിട്ട് കളിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. ഇനി അത് കഴിഞ്ഞ് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് ഗെയിമിനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതായത് 2 ടീമും അവരവരുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ 1ാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടാനാണ് സാധ്യത. ജൂലൈ 11 മയാമിയിൽ വെച്ചിട്ടായിരിക്കും ആ കളി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീൽ അർജന്റീന മത്സരത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ 2 ടീമും സെമി ഫൈനലിൽ പിന്നീട് ഏറ്റുമുട്ടാനുള്ള സാധ്യതയുമുണ്ട്. 2 ടീമും ലീഡേഴ്സായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ സാധ്യത വരുന്നു. അതായത് ബ്രസീൽ വേഴ്സസ് അർജന്റീന മാച്ച് സംഭവിക്കുക ബോത്ത് ടീംസ് വിൻ ദെയർ ഗ്രൂപ്പ് ആൻഡ് അഡ്വാൻസ് ഇൻ ദി നോക്കൗട്ട് സ്റ്റേജസ്. ഇത് തന്നെയാണ് ഇപ്പോൾ 2 ടീമും സെക്കൻഡ് പ്ലേസും വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ സെമി ഫൈനലിൽ അവർ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. അതല്ല, ഒരു ടീം ഗ്രൂപ്പിൽ ലീഡറായിട്ടും മറ്റേ ടീം റണ്ണറപ്പുമായിട്ടാണ് കടക്കുന്നതെങ്കിൽ പിന്നെ ഫൈനലിൽ മാത്രമേ ബ്രസീൽ അർജന്റീന മത്സരത്തിന് സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രസീലിൻ്റെ ഫൈനലിലേക്കുള്ളൊരു വഴി. ഏതായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇനി ബ്രസീൽ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇങ്ങനെ 1ാം സ്ഥാനം കൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി വരികയാണെങ്കിൽ ബ്രസീലിന് സ്പെയിനൊക്കെ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു റാങ്കിങ് സിസ്റ്റം വെച്ച് വരുന്നത്. എന്തായാലും അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം.
ഒരു കടുത്ത പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ബ്രസീലിന് ഫൈനലിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല എന്നർത്ഥം. അപ്പോൾ ഇതേ ചോദ്യം കളി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളുടെ ഫിക്സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ചലോട്ടിയോട് സംസാരിക്കുമ്പോൾ അഞ്ചലോട്ടി പറഞ്ഞ മറുപടിയും നോക്കൗട്ടിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ അങ്ങനെ തൂക്കി നോക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഫൈനലാണ്, കിരീടം ചൂടുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വഴികളിലൊക്കെ സ്ട്രോങ് ടീംസിനൊക്കെ നേരിടേണ്ടി വരും. അത് ക്വാർട്ടർ ഫൈനൽസ് ആവട്ടെ, സെമി ഫൈനൽസ് ആവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ നല്ല രൂപത്തിൽ പോരാടിയെങ്കിൽ മാത്രമേ കിരീടത്തിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇതിൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം.